ഇന്ന് ഞാനിവിടെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നോർത്ത് ഇന്ത്യൻ പനീർ ഷാഹി കുർമയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 400 ഗ്രാം പനീർ ക്യൂബായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 3 മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്തെടുത്തതും ഒരു 5 പച്ചമുളക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കറി ഉണ്ടാക്കുമ്പോഴേക്ക് കട്ട് ചെയ്തിടും. പിന്നെ 1 കപ്പ് നല്ല കട്ടിയുള്ള ഫ്രഷ് ക്രീമും വേണം. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് ഞാനിവിടെ ഒരു ക്ലേ പോട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോഴേക്ക് ഞാനിവിടെ 4 ഗ്രാമ്പൂ, 3 ഏലക്ക, 4 പീസ് ചെറിയ പീസാണ് പട്ട എടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചൂടാകുമ്പോഴേക്ക് ഈ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് വഴറ്റി കൊടുക്കാം. സവാള ഒന്ന് വഴണ്ട് വരുമ്പോഴേക്ക് നമുക്ക് ഈ പച്ചമുളക് ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പച്ചമുളകൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടാൻ കുറയ്ക്കുകയും ചെയ്യാം. ഇതിലേക്ക് ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. സവാളയും പച്ചമുളകും ഇവിടെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഇട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഇളക്കി ഇതിൻ്റെ പച്ചമണം മാറുമ്പോഴേക്ക് നല്ല കട്ടിയായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഫ്രഷ് ക്രീം ഇതിലിട്ട് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഫ്രഷ് ക്രീം ചേർത്ത് ഒന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് ഞാനിവിടെ 1 കപ്പ് നല്ല ഫ്രഷ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഈ മിൽക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ഈ പനീർ പീസസ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് പാത്രം മൂടി വെച്ച് 5 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. പനീർ ആയതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇതിവിടെ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റി നോക്കാം. നല്ലതുപോലെ തിളച്ച് നല്ല കുറുകിയാണ് ഇരിക്കുന്നത്. ഇനി ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കസൂരി മേത്തി പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി പൊടിച്ചെടുത്തതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതായത് ഉണക്കിയ ഉലുവയിലയാണ് ഈ കസൂരി മേത്തി എന്ന് പറയുന്നത്. ഇനി ഇത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. പനീർ പൊടിഞ്ഞു പോവാതെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം സെർവിങ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ്. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാനിതിൽ മല്ലിയില ചേർത്തിട്ടില്ല. നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ കുറച്ച് മല്ലിയിലയോടെ ചേർത്ത് ഇളക്കിയെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നോർത്ത് ഇന്ത്യൻ ഡിഷായ പനീർ ഷാഹി കുർമ ഇവിടെ തയ്യാറായി. ഇത് ചപ്പാത്തിയുടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.